വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14th. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത നോക്കുക. സെയിൻറ്റ് വാലന്റൈൻ കൊല്ലപ്പെട്ട ദിവസമാണത്. സെയിൻറ്റ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ബിഷപ്പായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ ക്ലോഡിയസ് രാജാവിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അന്ന് ക്ലോഡിയസ് ചക്രവർത്തി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. യോദ്ധാക്കൾ രാജ്യകാര്യങ്ങളിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ശ്രദ്ധ തിരിയുന്നു, അതുകൊണ്ട് വിവാഹവും കുടുംബജീവിതവും പാടില്ല എന്നൊരു വിളംബരം പുറപ്പെടുവിച്ചു. പക്ഷേ സെയിൻറ്റ് വാലന്റൈൻ ഇവരുടെ മനസ്സിലാക്കി കുറേ രഹസ്യമായിട്ട് കുറേ വിവാഹങ്ങൾ നടത്തി കൊടുത്തു. ഇതറിഞ്ഞ് ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ചില അമാനുഷിക ശക്തികളുണ്ട് എന്ന് കണ്ടെത്തി. അതായത് ജയിലറുടെ മകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടി എന്നൊക്കെ വന്നപ്പം അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഫെബ്രുവരി 14 അദ്ദേഹം വധിക്കപ്പെട്ടത്. അന്ന് മുതൽ അതിന് ശേഷം അതൊരു റിലീജിയസ് കൾച്ചറൽ ഫെസ്റ്റിവലായിട്ട് കൊണ്ടാടപ്പെട്ടു. അതായത് മിക്കവാറും സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുകയും സെയിൻറ്റ് വാലന്റൈനെ ഓർമ്മിക്കുകയും ചെയ്ത ഒരു ദിവസമായി. അതാണ് വാലന്റൈൻസ് ഡേ. എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് അത് മറ്റൊരു ദിവസം കൂടിയാണ്. അതൊരു ബ്ലാക്ക് ഡേ ആയിട്ടാണ് നമുക്കത് കൂടുതൽ കാണാൻ പറ്റുക. കാരണം എന്താ? പുൽവാമ അറ്റാക്ക് നടന്നത് 2019 14th ഫെബ്രുവരിയിലായിരുന്നു. ജമ്മു കാശ്മീരിലുള്ള പുൽവാമയിൽ നമുക്ക് 40 CRPF ജവാന്മാരെയാണ് നഷ്ടപ്പെട്ടത്. അതിലൊരാൾ വയനാട് സ്വദേശിയായ വസന്തകുമാറും. അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ നമുക്കതിനെ ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് ഡേ ആയിട്ടാണ് നമ്മളതിനെ കരുതുന്നത്. ആ ജവാന്മാർക്ക് പ്രണാമം അർപ്പിക്കുക.